എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ഡ്രൈ മസാല. അതിനു വേണ്ടി നമ്മൾ ഒരു 5 ഉരുളക്കിഴങ്ങ് എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഉരുളക്കിഴങ്ങ് വെള്ളത്തിലോട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തിടാം. ഉരുളക്കിഴങ്ങെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 1-2 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ട് കുറച്ച് ഉപ്പിട്ട് നമുക്കിതൊന്ന് ഒരാവി കയറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിലിട്ട് വെച്ചിട്ട് 5 വറ്റൽമുളക്, ഒരു വലിയ സ്പൂണ് മല്ലി ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊഴിക്കാതെ ഫ്രൈ ചെയ്യാം. ഇത് പൊടിച്ചെടുക്കാനാണേ. അതിനകത്തോട്ട് ഒരു വലിയ സ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് റോസ്റ്റ് ആകട്ടെ. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇടാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് വേറെ വേറെ ഇട്ടത്. അത് നമുക്ക് മാറ്റി വെക്കാം തണുക്കാനായിട്ട്. ആ ചട്ടി തന്നെ വൃത്തിയാക്കി 1.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണ അവിടെ കിടന്ന് ചൂടാകട്ടെ. ആ നേരത്തിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങിനകത്തോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, മുളക് പൊടി, ഉണങ്ങിയ മാങ്ങ പൗഡർ, വെളുത്തുള്ളി അരിഞ്ഞത്, കോൺഫ്ലവർ, പൊടിച്ച മസാല, ഉരുളക്കിഴങ്ങ് നമ്മൾ ആവി കയറ്റി വെച്ചതിനകത്തോട്ട് കോൺഫ്ലവർ ഇട്ട് ഇളക്കിയെടുക്കാം. ചട്ടി എണ്ണ ചൂടായി. നമ്മളെടുത്ത് വെച്ച വെളുത്തുള്ളി ഇട്ടൊന്ന് ഫ്രൈ ചെയ്യാം. വെളുത്തുള്ളിയുടെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കോൺഫ്ലവർ പുരട്ടി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ഇടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിടുന്ന മസാല ഉരുളക്കിഴങ്ങെ പിടിച്ചിരിക്കണം. അതിനു വേണ്ടിയാണ് മസാല അത് പിടിച്ചിരിക്കാൻ, ഒരു കോട്ടിങ് പോലെ. ഒരു ചെറിയ നനവൊക്കെ ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങിൽ, അതൊക്കെ മാറാനും ഒക്കെയാണ്. ഇതിട്ടൊന്ന് ഇളക്കി ആ വെള്ളമയമൊക്കെ ഒന്ന് പറ്റി. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മുളക് പൊടി. മസാലയ്ക്കകത്ത് മുളകുണ്ട്, അതാ കുറച്ചിട്ടേ. ആവശ്യത്തിന് ഉപ്പിട്ടു. ഉരുളക്കിഴങ്ങയിലും ഉപ്പിട്ടാണ് വേവിച്ചത്. അതനുസരിച്ച് വേണം ഉപ്പിടാൻ. ഇതെല്ലാം കൂടെ ഒന്നിട്ട് ഇളക്കിയെടുക്കുക. നമ്മൾ പൊടിച്ചു വെച്ച മസാല 3 ടീസ്പൂൺ ഇട്ടു. അതും ഇട്ടൊന്ന് ഇളക്കാം. മസാല പിടിക്കാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് തുറന്നു നോക്കി. ആവി കയറിയിട്ടുണ്ട്. ഇവിടെ ഇളക്കി നോക്കാം. ചെറുതായിട്ടൊന്ന് അടുക്കി പിടിക്കും, എന്നാലും സാരമില്ല. ചെറുതീ ഇട്ടാൽ മതിയേ. ഇനി നമുക്ക് ഒരു വലിയ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇടുന്നത് ക്രിസ്പി ആകാൻ വേണ്ടിയാണേ. നമുക്ക് മാങ്ങാപ്പൊടി ഇട്ട് കൊടുക്കാമേ. മാങ്ങാപ്പൊടി ഇടുന്നത് പുളിക്ക് വേണ്ടിയാണേ. ഇനി മല്ലിയില ഇടാം. നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു.
ഒരു മുറി നാരങ്ങ. ഇനി എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ഇളക്കാം, പൊടിഞ്ഞു പോകാതെ. ഇത് പാത്രത്തിലോട്ട് വിളമ്പി എടുക്കാമേ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ഇത് ചുമ്മാതെ വേണേലും പിറക്കി തിന്നാം. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.